ഇതുപോലെ മോഡലിംഗ് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ തന്നെ പിന്നീട് വേറെ സൈറ്റുകളിലും ഒക്കെ ആയിട്ട് സ്വന്തം വേറെ രീതിയിൽ പോയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അവർ തന്നെ ഈ ഒരു മോഡലിംഗ് മേഖലകളെ വല്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ ചൂഷണം ചെയ്യുന്നതിന് നമുക്ക് നേഹയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതിനോട് എനിക്ക് പറയാനുള്ളത്, ഓരോ ആളുകളും ജീവിക്കുന്നത് അവരവരുടെ താല്പര്യപ്രകാരമാണ് ജീവിക്കുന്നത് എന്നുള്ളതേ പറയാനുള്ളത്. പിന്നെ ഇവരെല്ലാവരും തന്നെ മോഡലിംഗ് ചെയ്തുകൊണ്ടായിരിക്കത്തില്ല ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. മോഡലിംഗ് ബേസിക്കലി 3 തരമാണുള്ളത്. ഒന്ന് ഫാഷൻ മോഡലിംഗ്, അതായത് നമ്മൾ ഫാഷൻ ഷോസ് വർക്ക് ചെയ്യുന്നത്, റൺവേ മോഡലിംഗ്, പിന്നെ ഈ പ്രിന്റ് ഷൂട്ട്, പ്രിന്റ് മോഡലിംഗ്, പിന്നെ TVC പരസ്യത്തിൽ അഭിനയിക്കുക, ഇതൊക്കെ തന്നെയാണ് സംഭവം. ഇതൊക്കെ കൂടാതെ ചില ആളുകൾ പണ്ടത്തെ ഇറോട്ടിക് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, ഇറോട്ടിക് മോഡലിംഗ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു പക്ഷേ അവർക്ക് അതായിരിക്കും താല്പര്യം. അതൊക്കെ ഇപ്പോഴത്തേതല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊക്കെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ്. അങ്ങനെയൊക്കെ ഒരു കുറച്ച് % ആളുകൾ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷെ അതല്ല കോർ മോഡലിംഗ്. കോർ മോഡലിംഗ് എന്ന് പറയുന്നത് ഈ 3 സംഭവങ്ങൾ മാത്രമാണ്. അതായത് എന്തൊരു ഫാഷൻ ഷോസിന് വർക്ക് ചെയ്യുന്നത്, റൺവേ മോഡലിംഗ്, പ്രിന്റ് മോഡലിംഗ്, TVC, ഇത് 3ആണ് ബേസിക്കലി. ഇത് 3ആണുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ പല കോസ്റ്റ്യൂംസ് ഇടുന്നു, ആ പരിപാടിക്ക് അനുയോജ്യമായ ഡ്രസ്സുകൾ എടുത്തു. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറിന് പറ്റുന്ന പോലത്തെ കോസ്റ്റ്യൂം നമ്മൾ ഇടുന്നു, എന്ന് മേക്കപ്പ് ഇടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് നമ്മൾ മറ്റൊരു വൾഗാരിറ്റിക്ക് വേണ്ടി ഇടുന്നതല്ല. അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഈ മോശമാക്കുന്നവരെ കുറിച്ചിട്ട് പറയാനുള്ളൂ. അങ്ങനെ ഞാൻ എന്തു പറയാൻ, അവരെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല. എനിക്കത് സീരിയസ് ആയിട്ട് ഉത്തരം അറിയാൻ പറ്റില്ല. പിന്നെ ബോൾഡ് ഉത്തരമില്ല. ഓക്കെ, നമുക്ക് മെയിൻലി സൊസൈറ്റിയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഞാനിപ്പോൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ആൻസർ. കാരണം ഇതുപോലെ മോഡലായിട്ട് വന്നുള്ള ആളുകൾ ഇതുപോലെ പല സൈറ്റിലും പല രീതിയിലും പോകുന്നത് കൊണ്ടാണ് പിന്നീട് വരുന്ന ആളുകളെ അവർ ആ കണ്ണി തന്നെ കാണും. അല്ല, പക്ഷെ അവരിപ്പോ മോഡലിംഗ് അല്ലല്ലോ ചെയ്യുന്നത്. അവര് മോഡലിംഗ് തുടങ്ങി വന്നു, പിന്നീട് അവര് മാറി വേറെ. ഇപ്പൊ ചിലര് ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് വന്നു. ഇപ്പൊ പലരും മോഡലിംഗ് നിർത്തി ജോലിക്ക് പോയിരുന്നവരുണ്ട്. ചിലര് ഈ ഫാഷൻ ഗ്രൂമിങ്ങിനൊക്കെ പോയിട്ടുള്ളവരുണ്ട്. എനിക്കത് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെ ഗ്രൂമിങ്, ഞാൻ അതൊരു ഗ്രൂമിങ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് എനിക്ക് ഇല്ല. അപ്പൊ ഈ ഗ്രൂമിങ് ചെയ്യാൻ പോകുന്നവരുണ്ട്. പിന്നെ ചിലർ ഇപ്പോഴും മോഡലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലർ സിനിമാ നടികളായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ മേഖലയിലേക്ക് പോകുന്നുണ്ട്. അതിൽ ചില ആളുകൾ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള സൈറ്റ്സിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവരിപ്പോ ചെയ്യുന്നത് മോഡലിംഗ് അല്ലല്ലോ, ഇപ്പൊ അവരതല്ലേ ചെയ്യുന്നത്. അതിനിപ്പോ നമ്മൾക്ക് മോഡലിംഗ് മേഖലയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ അവരെയും ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിലുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിൽ അവർക്ക് ഏതൊരു മനുഷ്യനും അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്, അല്ലെ? അപ്പൊ പിന്നെ അവരെ ഒരു ചോദ്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഇപ്പൊ ഒരു ലൈവ് ഒക്കെ പോകുന്നവരൊക്കെ ഉണ്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ ചോയ്സ്. നേഹ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോ നമ്മുടെ ഇപ്പൊ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യവും സമത്വവും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പോ മോഡലിംഗിൽ തന്നെ ഇപ്പൊ പല രീതിയിലുള്ള ചൂഷണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങളെ കണ്ടു തന്നെ വരുന്ന കുട്ടികളുണ്ടാവും, ഈ ഒരു മോഡലിംഗ് രംഗത്തോട്ട് വരുന്ന കുട്ടികളുണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ഇഷ്ടം പോലെ ഗായകർ ഇടപെടുന്നു. ഇപ്പൊ സിനിമയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സിനിമയിലുള്ള ആളുകൾ ഇടപെടുന്നു. അങ്ങനെ ഓരോ മേഖലയ്ക്കും എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൂഷണങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെടുന്ന ഓരോ മേഖലകളുണ്ട്. പക്ഷേ മോഡലിംഗിന് മാത്രം ഇത്തരത്തിൽ ഒരു ഇടപെടൽ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് നേഹയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് അസോസിയേഷൻസ് ഇതിനു മുമ്പ് മോഡലിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാം. പക്ഷെ അതൊന്നും നിലനിന്ന് പോയതായിട്ട് എനിക്ക് അറിവില്ല. ഇതുപോലെ പോയതായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ അതിനെക്കുറിച്ചല്ല ഉദ്ദേശിച്ചത്, ചൂഷണങ്ങൾ തന്നെ. പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും കാണിക്കാമെന്ന് ഇല്ലല്ലോ. നമുക്ക് ഇന്ത്യ രാജ്യത്തിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, നമ്മുടെ നിയമത്തിന് വിപരീതമായി നമ്മൾ എന്ത് ചെയ്താലും അത് തെറ്റാണ്. പക്ഷെ നമ്മുടെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് തെറ്റല്ല എന്ന് തന്നെയാണ് കാഴ്ചപ്പാട്. പിന്നെ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മോഡലിംഗ് ഫീൽഡുമായിട്ട് ബന്ധമുള്ളതല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മറ്റു ഓരോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ഞാൻ ആരുമല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, എനിക്കറിയില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ പോൺ ഫിലിമിൽ അഭിനയിക്കുന്നവരില്ലേ, പോണിലൊക്കെ അഭിനയിക്കുന്നവരില്ലേ, എന്ന് വെച്ചാൽ പോൺ ഇൻഡസ്ട്രി നിർത്താൻ പറ്റുമോ? അത് അവരുടെ ജോലിയാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല. എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമില്ല.
പറ്റത്തില്ല. പക്ഷെ അത് അവര് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. എന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യരും അവർക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് ജീവിക്കുന്നത് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പരിധി വിട്ടൊക്കെ ആളുകൾക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് ഒരു സോഷ്യൽ മീഡിയ അനുവദിക്കത്തില്ല. പക്ഷെ അതിനൊക്കെ ഒരു മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് എല്ലാ ആളുകളും മാക്സിമം എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പൊ ആ രീതിയിൽ അപ്പൊ ചെറിയ കുട്ടികൾ മുതലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നതാണ് ഈ സോഷ്യൽ മീഡിയ. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് വീഡിയോസ് ആയാലും പോസ്റ്റേഴ്സ് ആണ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഏതൊരു മനുഷ്യന്റെയും എനിക്ക് അങ്ങനെ മേ ബി ഞാൻ അത്യാവശ്യം എന്റെ വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളെ കുറ്റം പറയുന്നത് ശരിയല്ല. നീ അങ്ങനെ ചെയ്തിട്ട് നീ വരെ കുറ്റം പറഞ്ഞു എന്ന് പറയും. അങ്ങനെ കുറ്റം പറയുന്നല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതില് രണ്ട് ഭാഗമുണ്ട്. നമ്മളിപ്പോ ഒരു കോയിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ഐ മീൻ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അത് ഓക്കെയാണ്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തോട്ടെ എന്ന് പറയുന്നവരുണ്ട്. ഈ രണ്ട് പേര് പറയുന്നതും ശരിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പം ഇവരുടെ കാഴ്ചപ്പാടിൽ ഇവർ ചെയ്യുന്നത് ശരിയാണ്, മറ്റവരുടെ കാഴ്ചപ്പാടിൽ അവർ ചെയ്യുന്നതും ശരിയാണ് എന്നാ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ എന്താണ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡ്രസ്സ് ഇടുന്നത് ഡ്രസ്സ് കാണിക്കാനാണ് മോഡലിംഗ് ഫീൽഡിൽ, അല്ലാതെ ശരീരം കാണിക്കാനുള്ള ഉദ്ദേശത്തോടില്ല. പിന്നെ വീഡിയോസ് ചെയ്യുമ്പോൾ അങ്ങനെ കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കോയിന്റെ മറ്റു വിഭാഗം അങ്ങനെയുള്ളത് കാണാൻ ആളുകളും ഇല്ലേ. കാരണം മറ്റൊരാൾക്ക് കാണാൻ താല്പര്യം ഒരു മനുഷ്യന്റെ നഗ്നതയാ അല്ലെ. അത് എന്താണെന്നറിയില്ല. ഇപ്പം നീ ഇപ്പൊ ഈ ഡ്രസ്സ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്, ഷോർട്ട് ഡ്രസ്സ് ഇത് ഇട്ടോണ്ടാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. ഞാനും അതുപോലൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ. അപ്പൊ നിനക്ക് ചോദ്യം ചോദിക്കാനുള്ള ഉദ്ദേശമില്ല. അപ്പൊ നീ ഇത് കാണിക്കാൻ വേണ്ടി ഇട്ടതാന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുവോ? ഒബ്വിയസ്ലി ഞാൻ കാണിക്കാൻ വേണ്ടി അത് വാക്സിൻ ചെയ്ത് കൃത്യമായിട്ട് വന്നിരിക്കുന്നവർ. എന്തുകൊണ്ടാ? കാല് കണ്ടാൽ വൃത്തിയുണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാണിക്കാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും മേ ബി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ പലരും ഇഷ്ടപ്പെടുന്നതും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് അല്ലെ. ഇപ്പൊ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ, ഈ റിയാലിറ്റി ഷോയെ കുറിച്ച് വളരെ മോശം പറയുന്നവരും ഉണ്ട്, നല്ലത് പറയുന്നവരും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പം പിന്നെ ഈ ഡ്രസ്സിങ് സ്റ്റൈൽ പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു മനുഷ്യന് എപ്പോഴും ഒളിഞ്ഞു നോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യര്. അവർക്ക് ഒളിഞ്ഞു നോക്കി അങ്ങനത്തെ ഒരു ഇതുള്ളത്. അപ്പം ഒരു മനുഷ്യന്റെ നഗ്നത കാണാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്, എന്നിട്ട് കുറ്റവും പറയും. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന രണ്ടാമത്തെ സെക്ഷനിലുള്ള എന്താണ് റീൽസ് ഒക്കെ കൂടുതൽ റീച്ച് കയറുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മോഡലാവുമ്പോൾ നമുക്ക് വിമർശനങ്ങൾ ഒരുപാടാണ്. അതിപ്പോ നല്ല രീതിയിൽ തന്നെ അറിയാലോ, നല്ല രീതിയിൽ വിമർശനങ്ങളുണ്ട്. പക്ഷെ 10,000 മടങ്ങ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നേഹ നിൽക്കുന്നത് ഇപ്പോഴും. ഇതുപോലെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ, ഡബിൾ സ്ട്രോങ് ആയിട്ട് പോകാൻ പറ്റട്ടെ. ഇനി ഒരുപാട് പ്രൊജക്ട്സ് നമ്മുടെ നേഹയെ തേടി വരട്ടെ അല്ലേ. അപ്പോൾ ഈ നല്ല പ്രൊജക്ട്സ് കിട്ടട്ടെ, നല്ല സ്ട്രോങ് ആയിട്ട് പോവാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഇതിനകത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മോഡൽ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ആവുക എന്നുള്ളതാണ് ലൈഫിലെ ഒന്നാമത്തെ കാര്യം. അപ്പം അങ്ങനെ എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമാണ്. അതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മീഡിയ ചാനൽസ് ഉണ്ട്. അതും നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഇനിയും ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ വരണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഉയരങ്ങളിൽ എത്തട്ടെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.